വെറും 60 രൂപയ്ക്ക് പോത്തുംകാല്. ഇത് കഴിക്കാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും 10-30 കിലോമീറ്ററോളം താണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് അല്ലറ ഹൈപ്പൊന്നും അല്ല കേട്ടോ. സംഭവം ഈ കാണുന്ന പോത്തുംകാല് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെനക്കെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പഴയകാല ചായക്കട മാത്രമല്ല, ചുറ്റും കുറേ സാധാരണക്കാരായ ആൾക്കാരും. ഫ്രണ്ടിൽ ഒരു ചെറിയ തോടുണ്ട്, അതിൽ കുറേ മീനും. രാവിലെ ആണെങ്കിലും സായാഹ്നമാണെങ്കിലും എങ്ങനെയൊക്കെ വന്നാലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം. ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലം മറക്കത്തില്ല. എല്ലാം ഒരു പഴയ ആംബിയൻസിൽ വിറകടുപ്പിൽ വെക്കണം പൊറോട്ടയും ഇതേ കണക്ക് കുറേ ടൈമിൽ സ്ലോ കുക്ക് ചെയ്ത് ഇങ്ങനെ മീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ അടിപൊളി നല്ല പോത്തുംകാലും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ 60 രൂപയാണ് കേട്ടോ ഒരു പോത്തുംകാലിന് വരണത്. അത് അവരെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല കൗതുകത്തിലായിരുന്നു വന്നിരുന്നത്. അങ്ങനെ നമ്മൾ വന്നിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു പീസ് എടുക്കാൻ നോക്കിയപ്പോൾ നല്ല അസല് ചൂട്. പിന്നെ എല്ലാവരും നല്ല പണി തുടങ്ങി. ഇടിച്ചിടിച്ചിടിച്ച് അതിനകത്തുള്ള മജ്ജ എല്ലാം കാര്യമായിട്ട് എടുത്തതിന് ശേഷം മജ്ജ കഴിക്കുന്നത് നമുക്ക് നല്ല ഹെൽത്തിനും ഭയങ്കര നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ നിന്നൊരു ചെറിയ പീസും ശകലം ഗ്രേവിയിലൂടെ മുക്കിയിട്ട് കഴിച്ചാൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്ന് ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചിരിക്കണം. പോത്തുംകാലിൽ മാത്രം ഒതുങ്ങി നിൽക്കണതല്ല കേട്ടോ. നിങ്ങൾ വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ പഴംപൊരിയും അതുപോലെ നല്ല പരിപ്പുടയും കിട്ടും. പിന്നെ ഈ കാണുന്ന ബീഫ് ഫ്രൈ ഇത് എക്സെപ്ഷണലാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വന്ന് കഴിക്കാനുള്ളൊരു സാധനം ഇതിലും ഉണ്ട്. ഇത് എന്തായാലും നല്ല അടിപൊളി ബീഫും അതിനകത്തേക്ക് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫാണ്. അതെല്ലാം വെച്ച് നമ്മുടെ പൊറോട്ട ഗ്രേവി നമ്മുടെ പഴയ ടൊവിനോ പറഞ്ഞ കോംബോ ഉണ്ടല്ലോ, ഈ ഒരു സാധനത്തിൽ ഇത് കഴിച്ച് നോക്കിയാലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും വേർത്താണ്. ഇതിലേക്ക് വരാനായിട്ടെന്ന് വെച്ചാൽ കരുനാഗപ്പള്ളി ചവറ പന്മന ഭാഗമുണ്ട്. പന്മന ഭാഗത്ത് വയലോരം തട്ടാട്. ഇവിടുത്തെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ല. ചിലപ്പോൾ സാധനം തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് യുവർ വാണ്ടർ വിത്ത് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.